സിനിമയുടെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാഗമൺ യാത്രയ്ക്കിടെ ഗതാഗത കുരുക്കിൽപ്പെട്ട ബസ്സിലെ ദൃശ്യങ്ങൾ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരാണ് ചിത്രീകരിച്ചത്. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് എം രഞ്ജിത്ത് ന്യൂസ് 18 പറഞ്ഞു. അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ തന്നെ കോ ഡയറക്ടറും അതിനകത്ത് മെയിൻ വേഷം അഭിനയിച്ചിട്ടതാണ് ബിനു പപ്പുവിന്റെ പേജിലേക്ക് ഒരു കുട്ടി ഇത് അയച്ചു കൊടുത്തതാണ്. ഇങ്ങനെ അവരൊരു ട്രാഫിക് ജാമിൽ കിടക്കുമ്പോൾ ഈ ബസ്സിൽ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നതും അതിന്റെ വീഡിയോസും ഫോട്ടോസും ആ വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെയുള്ളത് അയക്കുകയായിരുന്നു. അങ്ങനെ ബിനു പപ്പുവാണ് ഇത് ആദ്യമായിട്ട് അറിയുന്നത്. ബിനു ആണ് എനിക്കിത് അയച്ചു തന്നത്. ഇത് അയച്ചു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഈ സിനിമ ഇറങ്ങിയിട്ട് 11 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 11 ദിവസത്തിൽ ഇന്നലെ 10ാം ദിവസമാണ്. ഈ 10ാം ദിവസം ഇതൊരു പബ്ലിക്കായി ഒരു ബസ്സിനകത്തിട്ട് ഇത്രയും ആളുകളെ കാണിച്ചുകൊണ്ട് പരസ്യമായി നമ്മുടെ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. അപ്പോ ഇത് ശരിക്കും ഇതൊരു സിനിമ എന്ന് പറയുന്ന ഒരു വളരെ മോശമായ ഒരു കാലഘട്ടത്തില് രക്ഷപ്പെടുന്ന വളരെ കുറച്ച് സിനിമകളുടെ കാലഘട്ടത്തിൽ അപ്പോ അത്തരം സിനിമകൾ ഇങ്ങനെ പ്രദർശിപ്പിച്ച് അതിന് എനിക്ക് മാത്രമല്ല ഇതിനകത്ത് ശരിക്കും സർക്കാരിന്റെ ആയാലും GST ആയാലും എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ മോശം പ്രവണതയാണിത്. അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ വാദം. കാരണം ഇത് ഇങ്ങനെ ഒരു തെറ്റ് കാണിക്കുമ്പോൾ അത് തെറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇതിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത്തരം കാര്യങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് അവർക്കെതിരെ അവരെ നശിപ്പിക്കാൻ വേണ്ടി അല്ല. ശരിക്കും ഇത് പലർക്കും അറിയാൻ കൂടെ കഴിയുന്നില്ല ഇതൊന്നും തെറ്റാണെന്ന്. ഇതൊരു തെറ്റാണ് എന്ന് നമ്മൾ ജനം അറിയേണ്ടത് ആവശ്യമാണ്. കാരണം ഇതൊരു വളരെ വലിയ തെറ്റാണ്. കാരണം എത്രയോ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നമ്മളിത് ഒരു സിനിമ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ അത്തരം സിനിമകൾ ഇത്ര ദിവസം കൊണ്ട് ഇത് കാണുക, ഇത് അല്ലെങ്കിൽ പൈറേറ്റഡ് ആയിട്ടുള്ള കാണുക എന്ന് പറയുന്നത് ഒരു വ്യവസായം നശിക്കുന്നതിന് തുല്യമല്ലേ? അപ്പൊ അതിന് എതിരെ നമ്മൾ പരാതി കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, സമീപകാലത്ത് പുറത്തിറങ്ങിയ പല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും പ്രത്യേകിച്ച് എമ്പുരാൻ, മാർക്കോ, ARM പോലുള്ള ചിത്രങ്ങളുടെ വ്യാജ പതിപ്പുകൾ ഇന്റർനെറ്റ് വഴി പുറത്തു വന്നതാണ്. ഇവിടെ അതില് ടെലിഗ്രാം വഴിയാണ് കൂടുതലുമായും ഈ സമീപകാലത്ത് വ്യാജ പതിപ്പുകൾ പുറത്തിറങ്ങുന്നത്. പക്ഷേ ഈ തുടരുമെന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് ചോർന്നതെന്ന് വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ അത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു സൂചനയും ലഭിച്ചിട്ടില്ല കേട്ടോ. അതിനെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ചിത്രത്തിന്റെ നിർമ്മാതാവായിട്ടുള്ള എം രഞ്ജിത്ത് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. അപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും കൃത്യമായ തെളിവും പരാതിയും ലഭിക്കുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കും എന്നാണ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെളിവ്. അതിൽ ബസ് നമ്പർ ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട്. ബസ് ഉടമയുടെയും ഡ്രൈവറിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ്. അവർ പറയുന്നതനുസരിച്ച് ഈ ചിത്രം ബസ്സിനകത്ത് പ്രദർശിപ്പിച്ചത് ഇവർ അറിഞ്ഞിരുന്നില്ല. ഇതിനകത്ത് പ്രദർശിപ്പിച്ച ഈ ടെലിവിഷൻ എന്ന് പറയുന്നത് യാത്രക്കാർ അവരുടെ ഫോൺ വഴി കണക്ട് ചെയ്താണ് ഈ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചതെന്നാണ് ഡ്രൈവറും അതുപോലെ തന്നെ ഉടമയും പറയുന്നത്. ഈ സംഭവവുമായി അവർക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ യാത്രക്കാരുടെ ബസ്സിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാരുടെയും നമ്പർ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് നൽകുമെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ചിത്രങ്ങൾ മാർക്കോ ആണെങ്കിലും എമ്പുരാൻ ആണെങ്കിലും ARM ആണെങ്കിലും ഈ ചിത്രങ്ങളെല്ലാം ടെലഗ്രാം വഴിയും അതുപോലെ തന്നെ മറ്റ് ടൊറന്റ് വെബ്സൈറ്റുകൾ വഴിയൊക്കെ ചോർന്നത് കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ടായിരുന്നു, ഏത് വഴിയാണ് ചിത്രം ചോർന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അണിയറ സംഘം പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ ഇതിന്റെ വ്യാജ പതിപ്പുകൾ ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യാനും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്
സ്ട്രൈക്ക് ഉൾപ്പെടെ നൽകാനും എല്ലാം സാധിച്ചിരുന്നു. എന്നാൽ ഈ തുടരും ഇത് ചോർന്നത് ഏതു വഴിയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സൂചനകൾ ഇല്ലാത്തതിനാൽ തന്നെ ഇതിൽ എന്ത് നടപടികൾ അടുത്ത് സ്വീകരിക്കണം എന്നുള്ളത് ഒരു അവ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള യാത്രക്കാരെയും അതുപോലെ തന്നെ ബസ് ഉടമയും ഡ്രൈവറെയും ഉൾപ്പെടെ എല്ലാവരെയും ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന്റെ ഒരു യഥാർത്ഥ സോഴ്സ് ഏതാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കൂ. നിലവിൽ ആ സോഴ്സ് ഏതാണെന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ചിത്രം തീർച്ചയായും അത് അല്പം കൂടി എളുപ്പമുള്ള കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ ഈ ഇന്റർനെറ്റ് വഴി സിനിമയുടെ വ്യാജ പതിപ്പുകൾ ചോരുന്ന സംഭവത്തില് ഇതിന്റെ ഉറവിടത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. പക്ഷേ ഇവിടെ സിനിമയുടെ നിർമ്മാതാവ് നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ബസിന്റെ ഉടമയെ, ജീവനക്കാരെ, യാത്രക്കാരെ ചോദ്യം ചെയ്യുന്ന നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് ഉടൻ കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിയമ നടപടികളുമായി പോയി കഴിഞ്ഞു. ഇന്ന് രാവിലെ എം രഞ്ജിത്തുമായി സംസാരിച്ചതനുസരിച്ച് ഇത് ആരെയും കുടുക്കാനുള്ള അല്ലെങ്കിൽ ആരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇത് പലരും അറിയാതെയാണ് ഈ കാര്യം, ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ ചോരുന്നത് ഇത്തരത്തിൽ എടുത്ത് കാണുന്നത്. എന്നാൽ ഇതൊരു കുറ്റകൃത്യത്തിൽ അവർ പോലും അറിയാതെ അവർ ഏർപ്പെടുകയാണ്. അപ്പോൾ ഈ പരാതി കൊണ്ട് ഒരുപാട് പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക, തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ഇത്തരം ചിത്രങ്ങൾ അത് ഫോൺ വഴി അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ വഴി കാണുന്നത്, അത് ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പേരുടെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് തീർച്ചയായിട്ടും തടയുക തന്നെ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തുടരും എന്ന് പറയുന്ന ചിത്രത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെറും 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തി. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം അത് മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു ബൂസ്റ്റ് ഉണ്ട്. അത് തുടരും ഇതിലൂടെ ഈ 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തി തുടരും ഇതിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ സിനിമയുടെ വ്യാജ പതിപ്പ് ലീക്ക് ചെയ്ത് ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് സിനിമയുടെ കളക്ഷനെ ഉൾപ്പെടെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് എം രഞ്ജിത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ചിത്രം ഏതുവഴിയാണ് ചോർന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കണ്ടുപിടിച്ച് അതിന് കൃത്യമായി തടയാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതിനു മുൻപ് ARM എന്ന് പറയുന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പും സമാനമായിട്ടുള്ള രീതിയിൽ ചോർന്നിരുന്നു. അന്ന് ഈ ചിത്രം ഒരു ട്രെയിനിലിരുന്ന് ഒരു യാത്രക്കാരൻ തന്റെ മൊബൈൽ ഫോൺ വഴി കാണുന്ന ദൃശ്യം ഈ വ്യാജ പതിപ്പ് ഈ സിനിമയുടെ ഈ നിർമ്മാതാവ് രഞ്ജിത്ത് ഈ ബസ് ഉടമയുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഈ ബസ് ഉടമ പറഞ്ഞതനുസരിച്ച് ഒരു യാത്രക്കാരനാണ് ഈ വ്യാജ പതിപ്പ് ഈ ബസ് ജീവനക്കാർക്ക് നൽകിയത്. പിന്നീട് പ്രദർശിപ്പിക്കുകയായിരുന്നു സിനിമയിൽ. ആ തരത്തിൽ അങ്ങനെയാണ് അന്വേഷണം നീങ്ങേണ്ടതല്ലേ? കാരണം ഈ യാത്രക്കാരനെ കണ്ടെത്തി കഴിഞ്ഞാൽ, യാത്രക്കാരനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വ്യാജ പതിപ്പ് കിട്ടിയത്, ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് ചോരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്താൻ പോലീസിന് കഴിയില്ലേ? തീർച്ചയായിട്ടും ഈ അന്വേഷണവുമായി പൂർണ്ണമായിട്ടും സഹകരിക്കുമെന്നാണ് ബസ് ഉടമ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. യാത്രക്കാരുടെ എല്ലാവരുടെയും നമ്പർ നിലവിൽ ഇപ്പോൾ നിർമ്മാതാവിന് നൽകി കഴിഞ്ഞു. ഇത് അന്വേഷണ സംഘത്തിന് കൈമാറും. അതിനുശേഷം കൃത്യമായി അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് ബസ് ഉടമ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ബസ് ഉടമയുടെ ഒരു ഭാഷ്യം ഇതാണ്: യാത്രക്കാരിൽ ഒരാളാണ് ഈ തുടരും എന്ന് പറയുന്ന ചിത്രത്തിന്റെ പതിപ്പ് ഈ ടെലിവിഷനുമായി കണക്ട് ചെയ്ത് അവിടെ പ്രദർശിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ ടൊറന്റ് വഴിയും അതുപോലെ തന്നെ ടെലഗ്രാം വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വളരെ സ്വകാര്യമായിരുന്ന മൊബൈൽ ഫോൺ വഴി അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയൊക്കെ കണ്ടിരുന്ന ഒരു കുറ്റകൃത്യം എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ ഒരു സംഭവം ഇത് തീർത്തും ഒരു അന്യായമായ രീതിയിൽ, തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള രീതിയിൽ ബസ് പോലെ ഒരു പൊതുവായിട്ട് പരസ്യമായിട്ട് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ഇരുന്ന് ഈ ചിത്രം കാണുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അടുത്ത തലത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് യാത്രക്കാരിൽ ഈ ബസ്സിന് പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു യാത്രക്കാരിയാണ് ഈ സംഭവം നടക്കുന്നത് കണ്ട് ഇതിന്റെ വീഡിയോയും ഫോട്ടോകളും പകർത്തി ഈ ചിത്രത്തിന്റെ സഹസംവിധായകനും അതുപോലെ തന്നെ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ബിനു പപ്പുവിന് അയച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വഴിയാണ് ഈ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്തത്. ബിനു പപ്പുവാണ് ഈ കാര്യം ഉടൻ തന്നെ നിർമ്മാതാവിനെയും മറ്റ് അണിയറ പ്രവർത്തകരെയും അറിയിക്കുകയും മറ്റ് നിയമ നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തത്. നിലവിൽ പരാതി നൽകി
നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബസ് ഉടമയുടെ ഈ വാദമാണെങ്കിലും അത് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു യാത്രക്കാരനാണ് ഇതിന്റെ പതിപ്പ് ഈ ടെലിവിഷൻ കണക്ട് ചെയ്ത് പ്ലേ ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ യാത്രക്കാരനെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ടോം ആദ്യം ചോദിച്ച ചോദ്യം പോലെ തന്നെ ഇതിന്റെ സോഴ്സ് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ മറ്റ് ചിത്രങ്ങളുടെ വ്യാജ പതിപ്പുകൾ ഇറങ്ങിയ സമയത്തെല്ലാം അതിന്റെ സോഴ്സ് പ്രാരംഭമായിട്ട് അത് ഏത് വഴിയാണ് പുറത്തു വന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിരുന്നു. എന്നാൽ നിലവിൽ തുടരും എന്ന് പറയുന്ന ചിത്രം അത് ലീക്കായിട്ടുണ്ടെന്ന് ഈ ബസ്സിലെ വീഡിയോ കണ്ടപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് ഏത് വഴി അവർക്ക് ലഭ്യമായി, എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രദർശിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാകേണ്ടതുണ്ട്. എങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഇന്റർനെറ്റ് വഴി അത് സൈബർ സെല്ലിന് അതിന്റെ മറ്റ് കൂടുതൽ പതിപ്പുകൾ പ്രചരിക്കാതെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് ഈ സിനിമയിലെ അണിയറ സംഘത്തിന് ഒരു സഹായമാകാൻ സാധിക്കൂ. ഇപ്പോഴും നമ്മൾ ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം ബുക്കിംഗ് ഉള്ള, ഇപ്പോഴും വളരെ നല്ല രീതിയിൽ പ്രദർശനം തുടരുന്ന ചിത്രമാണ് തുടരും. അപ്പോൾ എന്തായാലും ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അതും അണിയറ പ്രവർത്തകർ വളരെ ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. അജയ് സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇത്തരം സിനിമകൾ അവിടെ. പക്ഷേ ഇതുപോലുള്ള വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ നിർമ്മാതാവ് പറയുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന്.